ഒരു ശ്രമം കൂടി പരാജയപ്പെട്ടു. ഇനി എങ്ങനെ ആ അസത്തിനെ നമ്മുടെ മോടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. ഡേടാ പ്രതാപ, മണ്ഡലമാസമായിട്ട് ഒന്നും വേണ്ട, കഴിയട്ടെ. ഇപ്പൊ നമ്മളും അയ്യപ്പനെ മുറുകെ പിടിച്ച് കഴിയുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും രക്ഷയുണ്ടാവോ അമ്മേ? അതിപ്പോ എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? പഠിച്ച പടി 18 നോക്കി, എന്നിട്ടും അവളുടെ ആയുസ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ആ പിന്നെ ഇത്രയൊക്കെ ആയിട്ടും കണ്ണന്റെ കാര്യത്തിൽ ഒരു പുരോഗതി ഇല്ലല്ലോ. ഇപ്പോഴും വീൽ ചെയർ തന്നെയല്ലേ. അതാണ് ഏക ആശ്വാസം. എടാ, ഇനിയിപ്പോ അവൻ മല കയറിയിട്ട് വരുമ്പോ നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നും സംഭവിക്കില്ലമ്മേ. മല കയറിയത് തന്നെ തെറ്റായി പോയെന്ന് അവന് മിക്കവാറും തോന്നും. ആ സത്യം. ആരാടാ? ഈ നമ്പർ കണ്ടിട്ട് ലവന്റെ നമ്പറാണെന്ന് തോന്നുന്നു. ആ മാർക്കോയുടെ അവസാനത്തെ നമ്പരാ 1172. എടുക്കടാ, എന്താ പറയുന്നതെന്ന് അറിയാലോ. ചിലപ്പോഴേ സമയവും സ്ഥലവും ഒക്കെ അവൻ നിശ്ചയിച്ചു കാണും. എന്തിന്? നിന്നെ കൊല്ലാൻ. ഓ ഒന്ന് ചുമ്മാ ഇരിക്കമ്മേ, ഒരു മനസാക്ഷിയില്ലാതെ. ഓ കട്ടായി. ഫോൺ എടുത്തില്ലെങ്കിലേ അവൻ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരുവടാ. പിന്നെ അവൻ പ്രായത്തിന്റെ പരിഗണനയൊന്നും നോക്കാതെ എനിക്കിട്ട് 2 പൊട്ടിക്കും. അയ്യോ, വീണ്ടും വിളിക്കുന്നു. വേഗം എടുക്കടാ. ആ ഹലോ, ആരാ? ആരാച്ചാര് നിന്റെ? അല്ല, ഈ ശബ്ദം നല്ല കേട്ട് പരിചയമുണ്ടല്ലോ. ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല. പരിചയപ്പെടുത്താൻ ഞാൻ. എടാ പ്രതാപ, നീ വിട്ട ഗുണ്ടകളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടടാ ഞാൻ. എന്നിട്ട് വിശദമായി ചോദ്യം ചെയ്തു. എടാ, നിനക്ക് കൊണ്ടുവന്ന് മതിയായില്ല അല്ലടാ? അയ്യോ, മാർക്കോ ആയിരുന്നോ? എന്താ മാർക്കോ ഈ പറയുന്നത്? പറയുന്നത് എന്താണെന്ന് എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാം. മാർക്കോയാ? എടാ, മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും പുകച്ചേ നീ അടങ്ങത്തുള്ളൂ അല്ലേ? ഞാനൊരു അപകടം പറ്റി ഹോസ്പിറ്റലായിരുന്നല്ലോ മാർക്കോ. അവിടെ കിടന്നോണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ കിടന്നിട്ടും നിന്റെ പൊളച്ചിൽ കുറയുന്നില്ല. ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നാലുണ്ടല്ലോ, കാലെ പിടിച്ച് നിന്നെ ഞാൻ വലിച്ചു കീറും. നിന്നെ വഴി തെറ്റിക്കുന്ന നിന്റെ അമ്മയുടെ മുന്നിലിട്ട് തന്നെ. മാർക്കോ, പ്രായം ഒരുപാടുണ്ട് എനിക്ക് നിന്നെക്കാളും. അതിന്റെ ഒരു മാന്യത നീ എനിക്ക് തരണം. തരാടാ, തരാം. എടാ, പ്രായത്തിന് നിരക്കുന്ന കാര്യങ്ങളാണോടാ നീ ചെയ്യുന്നത്? അയ്യോ അല്ല. മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ കണ്ണൻ സാറിനോട് നീ നേർക്ക് നേരെ നിന്ന് സംസാരിക്കില്ല. ഓ, മുമ്പത്തെ കാര്യം അറിയാലോ, വീൽ ചെയറിലിരുന്നത്. അതുപോലെ ഇനി ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ വീൽ ചെയറിലാക്കും. മോനെ മാർക്കോ, തെറ്റിദ്ധാരണ പുറത്താ നീ സംസാരിക്കുന്നതൊക്കെ. എനിക്ക് തെറ്റിദ്ധാരണ ഒന്നുമില്ല. മര്യാദ എങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഇടിച്ചു പിടിഞ്ഞ് നിന്നെ ഉപ്പിലിടും ഞാൻ. ചൂളയ്ക്ക് വെക്കും, പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ നീ ചത്തല്ലോടാ. അവൻ ആശുപത്രി പോയി അവന്മാരെയൊക്കെ ചോദ്യം ചെയ്തു. അവന്മാര് പറയാനുള്ളതൊക്കെ തുറന്നു പറയുകയും ചെയ്തു. അലവരാതികള് പറയൂലോടാ. ഒരു മാന്യതയില്ലാത്ത ഗുണ്ടകൾക്കല്ലേ നീ കൊട്ടേഷൻ കൊടുത്തത്? അവന്റെ മുന്നിലൊന്നും ഇനി ചെന്ന് ചാടാൻ പറ്റില്ലമ്മേ. ഇപ്പൊ ഫോണിലൂടെ പോലും അവൻ എന്നെ കത്തിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ നേരിട്ട് കണ്ടു കഴിഞ്ഞാ ഈ പറഞ്ഞതൊക്കെ അവൻ എന്നെ ചെയ്യും. ഇടിച്ചു പിഴിഞ്ഞു ഉപ്പിലിടും, ഉറപ്പാ. എന്റെ അമ്മേ, അവനെ തട്ടിക്കളാതെ ഒന്നും നടക്കത്തില്ല. കൊറേ നാളായിട്ട് നീയും ആ മേഘന്റെ അച്ഛനും കൂടെ പലരെ തട്ടും എന്ന് പറയുന്നു. അവസാനം തട്ട് കിട്ടുന്നത് നിനക്ക്. ഒരാൾ ഇപ്പോഴും വീൽ ചെയറിൽ എഴുന്നേറ്റിട്ടില്ല. എന്നെയും വീൽ ചെയറിലാക്കുന്ന അവന്റെ ഭീഷണി. അത് ഭീഷണിയൊന്നും അല്ല പ്രതാപ. നിന്നെ പോലെ ഒരാണല്ല അവൻ. പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ പ്രതാപ. എന്റെ ബലമായ സംശയം അവനൊരു കാലാളാണോന്നാ. കാലാളോ? അല്ല, അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അവനൊന്നും മനുഷ്യജന്മം അല്ല. മഹാലക്ഷ്മിയെ പോലെ
അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? മഹാലക്ഷ്മിക്ക് എപ്പ ആപത്ത് വന്നാലും അവൻ എങ്ങനെയാടാ ഇങ്ങനെ ഓടിയെത്തുന്നത്? ആ ശരിയാ, ആ അവൻ സാത്താൻ കൂടിയവനാണോന്ന് എനിക്ക് സംശയമുണ്ട്. നേരിട്ട് ചെന്ന 4-5 ഗുണ്ടകൾക്ക് പോലും അവനുമായിട്ട് എതിരിടാനൊന്നും പറ്റുന്നില്ല. എടാ, അന്യഗ്രഹ ജീവികളൊക്കെ നമുക്കിടയിൽ ഉണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ജീവിയാണോ അവനെന്ന് പറയാൻ പറ്റത്തില്ല. ഇവനെയൊക്കെ മന്ത്രവാദം കൊണ്ടേ ഓടിക്കാൻ പറ്റും. ഇങ്ങോട്ട് നോക്കി, കലിയുഗത്തിന്റെ ദേവനാണ് അയ്യപ്പൻ. ഉഗ്രശക്തിയുള്ള ഏതെങ്കിലും അയ്യപ്പ ക്ഷേത്രത്തിൽ പോണം. അവിടെ പൂജ ചെയ്യുന്ന പൂജാരിമാരെ മൊത്തത്തിൽ ഇങ്ങോട്ട് അടങ്ങലെടുക്കണം. എങ്കിലേ ഇവന്റെയൊക്കെ ശക്തിയെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും.